ഇപ്പോൾ കോൺഗ്രസിൻ്റെ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ഒരു കാര്യം. വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിന്ന് വീടുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം താമസിച്ചാണെങ്കിൽ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്ന എന്നുള്ള മട്ടിൽ പരിഹരിച്ചു കൊണ്ടേ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരും പറഞ്ഞിട്ട് ഒരു കാര്യം, വി.ഡി. സതീശനൊപ്പം നിൽക്കാൻ 2 മന്ത്രിമാരേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിസം വെച്ചിട്ടാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഭൈമി കാമുകന്മാരുടെ എണ്ണം വെച്ചിട്ട് കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷത്തുള്ളവരോ അല്ലെങ്കിൽ നോമിനികളോ ആണ് 8 പേരും എന്ന് പറയുന്നു. ഒരു പക്ഷേ കെ.സി. വേണുഗോപാൽ ഡൽഹിയിലെ ഹൈക്കമാൻഡിൻ്റെ വളരെ അടുത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ നിന്നായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഭരണം നടക്കുമ്പോൾ ആ ഭരണം സുഗമമായിരിക്കുമോ? അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ശക്തനായ രമേശ് ചെന്നിത്തലയാണ്. അതിപ്പോൾ കോടിയേരി അച്യുതാനന്ദൻ ഇരുന്നപ്പോൾ കോടിയേരി ഇരുന്ന പോലെ ഒരു സംഭവം, അച്യുതാനന്ദൻ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ട് കോടിയേരി എടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ സ്പീക്കർ അദ്ദേഹം ഒരുപക്ഷെ തന്നെ തടഞ്ഞു എന്ന തോന്നുന്നുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റൊരു വി.എം. സുധീരനാകുമോ? കരുണാകരൻ്റെ കാലത്തിരുന്ന് വി.എം. സുധീരൻ ആയി മാറുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചോദിച്ചു പോവുകയാണ്. അതിനൊക്കെയുള്ള ഒരു മറുപടി എന്താണ് താങ്കളുടെ? കേസ് ഞങ്ങളുടെ എല്ലാ നേതാവല്ലേ, മുഖ്യമന്ത്രിയുടെ അടക്കം നേതാവാണ്. രമേശ് സീനിയർ ആണെങ്കിൽ പോലും പാർട്ടിയുടെ ഒരു നടപടിക്രമം അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു സർക്കാർ വരുന്നു എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ആർക്കും വിരോധമുള്ള കാര്യമല്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, മറിച്ച് ഏറ്റവും മികച്ച ഒരു ടീമിനെയാണ് വി.ഡി. തിരഞ്ഞെടുത്തത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ജനീഷ് അല്ലേ? അദ്ദേഹം വന്ന ഒരു വഴി അല്ലേ, താങ്കൾ പറയുന്ന വിയർപ്പ് പൊടിക്കുന്ന രാഷ്ട്രീയം. അദ്ദേഹം അല്ല അടികൊണ്ട ഒരാൾ, അടികൊണ്ട് വളർന്നു വന്ന പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് കോൺഗ്രസ്സുകാരിൽ ഇത്ര അധികം പേർ ശരിയുമാണ്. റോജു എം. ജോൺ തീർച്ചയായിട്ടും തിളങ്ങുന്ന ഒരു താരം തന്നെയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന. പക്ഷേ അതൊരു എലീറ്റ് വിഭാഗം, എലീറ്റ് അല്ലാത്ത വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. ഹരിത പ്രതാപ് ഈ പ്രാവശ്യത്തിൽ തെരഞ്ഞെടുപ്പിലെങ്കിലും കണ്ടില്ലല്ലോ. അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഹരിത പ്രതാപ് ഞങ്ങൾ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇത്തവണ സീറ്റ് കിട്ടിയുള്ളൂ. അവർ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച വീണ എസ് നായരാണ്. ഇത്തവണ സീറ്റ് അപ്പുറത്ത് ബി.ആർ.എം. ഷബീർ വർക്കലയെ മത്സരിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന കെ.പി.സി. ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ ബി.ആർ.എം. ഷബീർ. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന ആളുകൾ അത് വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിജയസാധ്യത എന്നുള്ളതായിരിക്കണം അവർ തീരുമാനിച്ചത്. പക്ഷേ ഈ തരംഗത്തിൽ ഹരിതപ്രതാപ് ഈസിയായിട്ട് ഈ പ്രാവശ്യം ഈ തരംഗത്തിൽ എല്ലാവരും ജയിച്ചു വരുമായിരുന്നു. പക്ഷേ ജയിക്കാമെങ്കിൽ തരംഗം വന്നത് ഈ ടീം സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് വായിച്ചൂടെ? അല്ലല്ല, അത് ഭരണവിരുദ്ധ വികാരം, അയ്യപ്പന്റെ ഒരു വികാരം എല്ലാം കൂടെ ചേർന്ന ഒരു കെമിസ്ട്രി ആണെന്ന് എനിക്ക്. ഞങ്ങൾ അതിനെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകളെ കണ്ടാൽ നിങ്ങളൊന്ന് നമസ്കരിക്കണം. ഉത്തമ കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണം. കാരണം ആ വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ നമുക്കാണ്. തീർച്ചയായിട്ടും വോട്ട് മുഴുവൻ നമുക്ക്. ഞങ്ങള് വ്യക്തമായി തിരിച്ചറിയുന്നു CPM കേരളത്തിൽ മരിച്ചു പോകരുത്, കേരളം പശ്ചിമ ബംഗാളും ത്രിപുരയുമായി മാറരുത് എന്നാഗ്രഹിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനാധിപത്യ വിശ്വാസികൾ UDF-ന് അനുകൂലമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പോൾ അത് ഈ പുതിയ ഒരു സംവിധാനത്തിലെ മന്ത്രിമാരെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരുടെയും മന്ത്രിമാരെന്നുള്ള ഒരു പക്ഷേ ഞാൻ ഇടപെട്ട് പറയാം. വിനോദ് തന്നെ അച്യുതാനന്ദന്റെ ഒരു വികാരം ആ കമ്മ്യൂണിസ്റ്റുകാരിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്കുണ്ട്. അച്യുതാനന്ദൻ കാലത്തെ കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസത്തിന്റെ പിന്നെ എന്താ പറയുന്ന ആ പാരമ്പര്യത്തിന്റെ അവകാശികളായിട്ട് കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ജി സുധാകരൻ ഔദ്യോഗിക വിഭാഗത്തിന് വേണ്ടി വാദിച്ചുവെങ്കിലും അടിസ്ഥാനപരമായി അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റാണ്. P.K. ഗുരുദാസൻ എങ്ങനെയാണോ അതുപോലെയാണ് ഈ കണ്ണൂരിൽ നിന്ന് ജയിച്ചു വന്ന വിമത കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം തന്നെ ഏറെക്കുറെ എല്ലാവരും ഞാൻ പറയുന്നില്ല. അവർക്ക് അത്രയും സ്വാധീനമുണ്ട്. നമ്മൾ ഈ വിസ്മയം എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് അത്രയും സ്വാധീനമുണ്ട്. ഈ സമൂഹത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനങ്ങൾ മനസ്സിലാക്കാൻ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ആ പ്രതിഫലനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 102 സീറ്റിന്റെ തിളക്കമാർന്ന വിജയം കിട്ടിയത്. അതിലൊക്കെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നിങ്ങളുടെ നേതാവെന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലായിരുന്നു. അതിന്റെ എല്ലാം ഫലമാണ് ഈ വിജയം.
ഇപ്പൊ കെ സിയുടെ പങ്കാളിത്തം ഒന്നും കെ സി തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സാർത്ഥകമായി നയിച്ചതിനൊന്നും കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഏറ്റവും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇന്ത്യയിലെ എമ്പാടും ഞങ്ങൾ ജോഡയാത്ര അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ച ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം. ഒരു നല്ല ഫണ്ട് റൈസറുമാണ്. ഒരു പക്ഷേ വിനോദ് സമ്മതിച്ചില്ലെങ്കിലും ഒരു ഫണ്ട് പണത്തിന്റെ ഏറിയ തെലങ്കാനയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ്. അത് പക്ഷേ താങ്കൾ സമ്മതിക്കണമെന്നില്ല, പക്ഷെ ഒരു പരമ യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരുന്നു. ഇപ്പോൾ കേട്ട ഒരു പരാതി, അത് അല്പം വർഗീയമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചേക്കാം. ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന് ന്യൂനപക്ഷമുള്ള ഒരു മന്ത്രിസഭയാണ് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രി, അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് അങ്ങനെയായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിനോദ് ഒന്ന് ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ നിമിഷം വരെ, നാളെ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഈ നിമിഷം വരെ ജാതിയും മതവും പേറാത്ത ഒരാളാണ് ഞാൻ. ജാതിയും മതവും പേറാത്ത ഒരാളാണ്. ഈ മന്ത്രിസഭ ഇപ്പോൾ ജാതി തിരിച്ചുള്ള കണക്ക് വന്നിട്ടുണ്ട്, മതം തിരിച്ചുള്ള കണക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഭൂരിപക്ഷ സമുദായത്തിന് തന്നെയാണ് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളുള്ളത്. എണ്ണി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി മുഖ്യമന്ത്രി മുതൽ തുളസി വരെയുള്ള മന്ത്രിമാരെ എണ്ണി എടുത്തു കഴിഞ്ഞാൽ ആർക്കും നിരാശപ്പെടേണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മലയാളികൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സവർണാവർണ ഭേദം വയ്ക്കുമ്പോൾ തന്നെ ഈ കേരളത്തിലെ 57 തെരഞ്ഞെടുപ്പ്, അന്ന് കേരളത്തിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ്, രാഷ്ട്രീയ വിദ്യാർത്ഥി വായിച്ചറിഞ്ഞിട്ടുള്ള MNTV AKG, അതാണ് കേരളത്തിന്റെ മുദ്രാവാക്യം. MNTV AKG ചുവരുകളിലൊക്കെ അതായിരുന്നു, ഫ്ലക്സ് ഇല്ല, ചുവരുകളിലൊക്കെ അതായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതുപോലെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഒരു EMS നമ്പൂതിരിപ്പാട് ആണ് മുഖ്യമന്ത്രിയായിട്ട് വന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനം 2 വർഷം കൊണ്ട് അവസാനിക്കുന്നു. അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ C കേശവൻ, ശങ്കർ, പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. 67 വീണ്ടും CPM അധികാരത്തിൽ വരുന്നു. സപ്തകക്ഷി മുന്നണി. വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. അത് 69 ആ പരീക്ഷണം അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് അച്യുതമേനോൻ വരുന്നു, K കരുണാകരൻ വരുന്നു, AK ആന്റണി വരുന്നു, PK വാസുദേവൻ നായർ വരുന്നു, CH മുഹമ്മദ് കോയ വരുന്നു. 80 വീണ്ടും ഇടതുപക്ഷത്തിന് അധികാരം കിട്ടുമ്പോൾ അവർക്ക് നമ്പൂതിരി മാറിയപ്പോ ഒരു നായനാരിലേക്ക് ഒരു R ശങ്കറിനെ പോലുള്ള കേരള നാട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത്. R ശങ്കറിനെ പോലുള്ള ഒരു വിഭാഗത്തിന്റെ ഒരു മുഖ്യമന്ത്രി വരുന്നതിന് ആദ്യം പറഞ്ഞു കേരളത്തിങ്കം കേരളനാട് KR ഗൗരി ഭരിച്ചിടും, അവർ പാർശ്വവൽക്കരിക്കും. രണ്ട് കാര്യങ്ങൾ ഞാൻ CPM കാരനല്ലെങ്കിലും വിശദീകരിക്കാൻ. ഒന്നാമത്തെ കാര്യം അവിടെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഇത് തന്നെയാണ്. പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയേക്കാൾ അവരുടെ വലിയ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴാണ് പാർലമെന്ററി വ്യാമോഹം കൊണ്ട് മാറിയിരിക്കുന്നത്. അന്ന് MN ഗോവിന്ദൻ നായർ എനിക്കാവണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിലെ പോലെ യാതൊരു തർക്കവും അതിന് 11 ദിവസവും വേണ്ടിയല്ല, അപ്പം തന്നെ ആകുമായിരുന്നു. അദ്ദേഹമായിരുന്നു ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. EMS ഈ താത്വിക ആചാര്യൻ എന്നുള്ളതിനപ്പുറം ഒരു നല്ല ഭരണകർത്താവ് അല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നും കോൺഗ്രസ്സുകാർക്ക് പ്രയാസമായിരുന്നതിനെ കമ്മ്യൂണിസ്റ്റുകാരോട് പടവെട്ടാൻ വേണ്ടി. ഈ വാസ് നോട്ട് എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, ബെമ്മൻ വാസ് എ ഗുഡ് സെലക്ഷൻ എന്ന് ഞാൻ പറയുന്നതല്ലേ. ഇത് രാഷ്ട്രീയ ഞാൻ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ ഇപ്പൊ കേരളനാട് KR ഗൗരി ഭരിച്ചിടും, KR ഗൗരി ചവറ്റുകുട്ടയിലായി. അത് കഴിഞ്ഞിട്ട് സുശീല ഗോപാലൻ. പക്ഷേ ഇവിടുത്തെ വിഷയം ഹിന്ദു സമുദായത്തിന് ഇതുവരുൾപ്പെടെ ഉള്ള മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ ചേർന്നുള്ള പ്രാതിനിധ്യേക്കാൾ കുറവാണ് എന്നാണ്. നമ്മുടെ കേരളത്തിൽ 50% ഹിന്ദുക്കളും, എനിക്ക് തോന്നുന്നു അല്ലേ, ഞാൻ പറയുന്ന സബ്ജക്റ്റ് കറക്ഷൻ, 48% മറ്റു വിഭാഗങ്ങളും. അപ്പോൾ ഇവിടെ ഒരു ആളെങ്കിലും കൂടുതൽ വേണ്ട ഹിന്ദു സമുദായം. അതെ, പിന്നാക്കമായിക്കോട്ടെ, ഈഴവരായിക്കോട്ടെ, ഏത് വിഭാഗം, നമ്പൂതിരി ആയിക്കോട്ടെ, നായരായിക്കോട്ടെ, അങ്ങനെയല്ല വന്നിട്ടില്ല. പരാതിയാ, എന്റെ അഭിപ്രായം അല്ലത്. അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു UDFന്റെ ഒരു ഘടനയുണ്ട്. UDFന്റെ ഘടന ഇപ്പൊ RSP പോലുള്ള പാർട്ടിയിലെ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും ഉണ്ട്. ഞാൻ പറയാണ്, RSP പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും ഉണ്ട്. പ്രേമചന്ദ്രൻ ഡൽഹിയിലായി പോയി. അപ്പം ഷിബു ബേബി ജോണാണ് RSPയുടെ മന്ത്രിസഭയിലെ മുഖം. CMPയുടെ ഇത് നേരത്തെ ME രാഘവനായിരുന്നു, ഇപ്പൊ ഭാഗ്യക്കേട്ട് CP ആയിപ്പോയി. അത് കേരള കോൺഗ്രസിൽ നിന്ന് സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനികളാണ് കേരള കോൺഗ്രസിൽ നിന്ന് വന്നത്. ഞങ്ങളുടെ PCC പ്രസിഡന്റ് അദ്ദേഹം മതേതരവാദിയാണ്, പക്ഷെ അദ്ദേഹം ക്രിസ്ത്യാനിയായിപ്പോയി. അങ്ങനെയാണ് ഈ എണ്ണം ഇങ്ങനെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇവരെ ഈ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ RSPയെ മാറ്റി നിർത്താൻ പറ്റുമോ?
അല്ല നമുക്ക് അനൂപ് ജേക്കബിനെ മാറ്റി നിർത്താൻ നമ്മുടെ ബുദ്ധി കൊണ്ടല്ലാതെ എഐയുടെ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ടി വരും ഈ കോൺഫിഗറേഷൻ അല്ലാതെ വരാൻ പ്രയാസമാണ്. എന്റെ അഭിപ്രായം അത് തന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് വേണ്ട എഐയുടെ സഹായത്തോടു കൂടി ഓരോ മതത്തിന്റെ ജേക്കബ് സാറിന്റെ പാർട്ടിയിൽ നിന്ന് അനൂപ് ജേക്കബാ വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതിങ്ങനെ വരും. പക്ഷെ അവരെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് അതാത് പാർട്ടികളെയാണ്. അതാത് പാർട്ടികൾ, ആ പാർട്ടികൾ മതേതര പാർട്ടിയാണ്, RSP, CMB. ഇനിയും പിന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ മുസ്ലിം ലീഗിന് വിധേയമാകുന്നു. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടാണ് VD സതീശനെ കൊണ്ടുവന്നത്. നേരത്തെയുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അതുപോലെ ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം മുസ്ലിം ലീഗിൻ്റേതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫിഷറീസ് വകുപ്പിന് വേണ്ടി അവർ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി രണ്ടും വേണം. അതായത് പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഡിമാൻഡ് വെച്ചത് ഇപ്പോൾ സതീശൻ അരമനെ പോകേണ്ടി വന്നതും ഫിഷറീസ് വകുപ്പിനെ അവർ ക്ലെയിം ചെയ്തുകൊണ്ടാണ്. ആ പറഞ്ഞത് 100% തെറ്റാണ്. അവരായിരിക്കും അല്ലല്ല 100%. VD സതീശൻ അരമനയിൽ പോയത് ഈ മന്ത്രിസഭാ ചർച്ചയ്ക്ക് വേണ്ടിയില്ല. മന്ത്രിസഭാ ചർച്ചയൊക്കെ തർക്കങ്ങളൊക്കെ അതിന് മുമ്പ് പരിഹരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലീഗ് ഇടപെടുന്നു. ലീഗ് എന്തുകൊണ്ട് ലീഗ് ഇപ്പോൾ CM-നെ സംബന്ധിച്ച് ലീഗ് പറഞ്ഞ CM ആണ് അക്ഷരാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. അവരവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കും. അവർ UDF-ന്റെ ഘടകകക്ഷി എന്ന രീതിയിൽ അവർക്ക് അഭിപ്രായം പറയാം. അവരോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അവരടക്കമുള്ള എല്ലാ പലരും പത്രങ്ങൾ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല പിന്നെ പത്രങ്ങൾ ചോദിച്ചത്. ഇതൊക്കെ കൂടുന്നതിന് മുമ്പാണ് തീർച്ചയായിട്ടും ജനവികാരം അത് പിന്നെ VD സതീശൻ്റെ ഭാഗത്താണെന്ന് പക്ഷേ ഒരു ആത്മീയ നേതാവാണ്, ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അബദ്ധത്തിൽ പറഞ്ഞതാവാം. പാണക്കാട് ശിഹാബലി തങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറയുമായിരുന്നു. ആരും പത്രക്കാരെ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളാരും ചോദിക്കുന്നതിന് മുമ്പേ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അതാണ് NSS നേതാവ് പറഞ്ഞത്. ഇത് അദ്ദേഹം ആവശ്യമില്ലാതെ ആ ഒരു അഭിപ്രായം കയറി പറഞ്ഞതുകൊണ്ടാണ്, ഒരു പക്ഷം പിടിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം 11 ദിവസം നീണ്ടുപോയത്. UDF-ന്റെ ഒരു ഘടകകക്ഷിയാണ് ലീഗ്. CPI-ക്ക് ഘടകകക്ഷിയാണ് ആണല്ലോ. CPI-ക്ക് ആ മന്ത്രിസഭയിൽ ഇപ്പൊ PM ശ്രീ ഒപ്പുവെക്കുന്നു. PM ശ്രീ ഒപ്പുവെച്ചത് ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കുമെന്ന് പറഞ്ഞ് CPI അഭിപ്രായ വ്യത്യാസം പറയുന്നു. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, അത് നിൽക്കട്ടെ. PM ശ്രീ നിങ്ങളെങ്ങനെ അതിനോടുള്ള സമീപനം എങ്ങനെ അത് സെൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഇല്ല. അതൊക്കെ UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. UDF ചർച്ച ചെയ്തെടുക്കും. രഹസ്യമായിട്ട് മുൻ മുഖ്യമന്ത്രിയെ പോലെ രഹസ്യ കരാറിലൂടെ ഒപ്പിടില്ല. അതുപോലെ കേന്ദ്രവുമായിട്ട് കലഹം, അവരുടെ രീതി കലഹവും പ്രമേയം പാസാക്കലും ആ രീതിയിൽ കലഹിക്കേണ്ട സ്ഥലങ്ങളിൽ കലഹിക്കണം. അത് ഏറ്റവും വന്നിരിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യം, വന്ദേ മാതരം പൂർണ്ണമായിട്ടും ചൊല്ലി എന്നൊരു പരാതിയായിട്ട് വർഗീയമായിട്ടൊരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി CPM ശ്രമിച്ചിരിക്കുക. നിങ്ങളുടെ നിലപാടാണ്? വർഗീയമായിട്ട് ഈ വന്ദേ മാതര ഗാനത്തിനകത്ത് ഈ ഇവിടുത്തെ ഗവർണറെയും വിളിച്ചിട്ട് ധനകാര്യമന്ത്രിയുടെ ഓഫീസിലോ വീട്ടിലോ പോയി കാണാതെ ധനകാര്യമന്ത്രിയെ വിളിച്ച് കേരള ഹൗസിലിരുത്തി ഇഡ്ഡലി കൊടുക്കുന്നതിൽ വർഗീയതയില്ല. ഇപ്പുറത്ത് നമ്മുടെ ശ്രീ M-ന്റെ സാന്നിധ്യത്തിൽ RSS ലീഡർഷിപ്പുമായിട്ട് മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറിയിലിരുന്ന് ചർച്ച ചെയ്താൽ അതിലും വർഗീയതയില്ല. അജിത് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ADGP-യെ RSS-ന്റെ RSS-ന്റെ ഉന്നത നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ അയക്കുന്നതിൽ അതിനകത്തും വർഗീയതയില്ല. ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അവിടെ ആലപിച്ചത് വന്ദേ മാതര ഗാനമാണ്. ആ വന്ദേ മാതര ഗാനത്തിന്റെ പകുതിയിൽ വെച്ചിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത വരികൾ ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റൂ? പ്രതിഷേധിക്കാൻ പറ്റൂ? അതൊരിക്കലും പറ്റുന്നതല്ല. ഇനി CPM-ന് ഇഷ്ടപ്പെടുന്ന പാട്ടും വരികളും മാത്രമേ കേരളത്തിൽ പാടാൻ പറ്റുള്ളൂ. മുരുകൻ കാട്ടാക്കടയാണ്. അത് മുരുകൻ കാട്ടാക്കടയുടെ അടുത്ത് പറഞ്ഞാൽ മതി. മുരുകൻ കാട്ടാക്കട. ഇപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിലല്ല വിവാദം ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഇതൊക്കെ സമൂഹത്തെ വിഭജിക്കുന്നതാണ്. ഇത് ഈ പറയുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ഹിന്ദുവിന്റെ ഗാനമല്ലല്ലോ, അത് ഇന്ത്യക്കാരന്റെ ഗാനമല്ലേ. ആ ഭാരതീയന്റെ ഗാനത്തിൽ ഏതെങ്കിലും വാക്കോ വരിയോ അടർത്തിയെടുത്തിട്ട് ഇത് RSS-ന്റെ താല്പര്യപ്രകാരമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വിഷയം ഉണ്ടാക്കുന്നത് ഈ സമൂഹത്തെ മലപ്പുറംകാരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് മുഖ്യമന്ത്രിയും മറ്റു ചില ആളുകളും പറഞ്ഞു വരുത്തുന്നത് പോലെയാണ്. ഗാനമാണ് ജനഗണമനയായാലും വന്ദേ ഭാരതമായാലും ഇത് നമ്മുടെ ഭാരതമാതായാലും നമ്മൾ ഇന്ത്യക്കാരെ എന്ന് പറഞ്ഞത് തുടങ്ങി വെച്ചത് ഗാന്ധിജിയുടെ കാലത്താണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ സംഭാവനകളാണ്. എന്തിനാണ് ഈ ഗാനങ്ങൾ? നമ്മളുടെ ദേശീയ വികാരം ജ്വലിപ്പിക്കാൻ ഒന്നാണെന്ന ബോധം. ആ ഒന്നാണെന്ന ബോധത്തോടു കൂടി നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് അവസാനിക്കും. ഈ സ്പിരിറ്റോട് കൂടി ഒരു പ്രീണനത്തിനും വിധേയമാകാതെ കോൺഗ്രസ് പാർട്ടി ഈ അസുധാരയിലൂടെയുള്ള 40 വർഷമാണ് കോൺഗ്രസ് കേരളം ഭരിച്ചത്. ഇനിയും ഭരിക്കും. അതിൽ വലിയ പ്രീണനങ്ങൾക്ക് വിധേയപ്പെട്ടില്ലാത്തതുകൊണ്ടാണ് ആവർത്തിച്ച് അധികാരം ഏൽപ്പിക്കുന്നത്. അത് ഓർത്താൽ നന്ന്. അത് ഓർമ്മിച്ചേ പോകൂ. ജനപക്ഷത്താണ്.